കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി പരോളിലിറങ്ങി മുങ്ങി. സിനിമയിൽ സജീവമായ അഹമ്മദാബാദ് സ്വദേശി ഹേമന്ത് മോദി ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. ഗുജറാത്തിൽ നിന്നുള്ള കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ 12 വർഷം ഒളിവിൽ കഴിഞ്ഞു. ഒളിവിലെന്ന് പറയുമ്പോൾ ഒളിച്ചു കഴിയുകയായിരുന്നില്ല, മറിച്ച് സിനിമയിൽ സജീവമായി അഭിനയിക്കുകയായിരുന്നു ഇയാൾ. വ്യാജപേരിൽ അഭിനയിച്ച ഹേമന്ത് മോദി അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, രൺവീർ സിംഗ്, മോഹൻലാൽ എന്നിവരോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ടു. ഒടുവിൽ ഒരു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. നരേദയിൽ 2005 നരേന്ദ്ര കമ്പോളയെ കൊലപ്പെടുത്തിയ കേസിലാണ് 53-കാരനായ ഹേമന്ത് ശിക്ഷിക്കപ്പെട്ടത്. ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് കൊലപാതകം നടന്നത്. റോഡിൽ ഒരു ഗോവേണി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര തർക്കം തെരുവ് അക്രമത്തിലേക്ക് നയിച്ചത്. 2008 ഓഗസ്റ്റ് 27-ന് ഹേമന്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ജയിലിലായിരുന്ന ഇയാൾക്ക് 2014 ജൂലൈയിൽ ഗുജറാത്ത് ഹൈക്കോടതി 30 ദിവസത്തെ പരോൾ അനുവദിച്ചു. പരോൾ കാലാവധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരാകാത്തതോടെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. തുടർന്ന് ഇയാൾ പേര് മാറ്റി മുംബൈയിലേക്ക് താമസം മാറി. അവിടെ 40-ലധികം സിനിമകളിലും സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയിച്ചു എന്ന് പോലീസ് പറയുന്നു. അമിതാഭ് ബച്ചനും അമീർ ഖാനും അഭിനയിച്ച തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, രൺവീർ സിംഗ് അഭിനയിച്ച ദേശ് ഭായ് ഗോർദാർ തുടങ്ങിയ ചിത്രങ്ങളിലും ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഗുജറാത്തി സിനിമകൾ, നാടക നിർമ്മാണങ്ങൾ, വെബ് സീരീസ് എന്നിവയിലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിതു കനോദിയ, ഹിതൈൻ കുമാർ തുടങ്ങിയ പ്രശസ്ത താരങ്ങൾക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായ എമ്പുരാനിലും ഇയാൾ അഭിനയിച്ചതായി പറയുന്നു. സ്പന്ദൻ മോദി, ടിങ്കിൾ ദേവ് തുടങ്ങിയ വ്യത്യസ്ത പേരുകളിൽ ഇയാൾ മുംബൈയിൽ താമസിച്ചു വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.